ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം. തിളച്ച വെള്ളം ഒഴിക്കുന്നത് പെട്ടെന്ന് സോഫ്റ്റായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് സാധാരണ പച്ചവെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. 1 മണിക്കൂർ വെക്കാൻ സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടിത് പുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം 3/4 ഭാഗത്തിലേറെ അത് വലിച്ച് കുടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് അതിൽ നിന്ന് വാരി പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളത്തിലിട്ടത് വാരി തിളച്ച വെള്ളത്തിലിട്ടത് വാരി പിഴിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അഥവാ നിങ്ങൾക്ക് നല്ല അരയ്ക്കാൻ പറ്റുന്നില്ല, നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മളിത് ഒരുപാട് ലൂസിൽ ഇത് അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് റെഡിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ എത്ര വാരി പിഴിഞ്ഞിട്ടാലും ആ നുറുക്ക് ഗോതമ്പിൽ കുറച്ചൊരു വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ ഇതേപോലെ അരച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് ഈ അരച്ചെടുക്കുമ്പോൾ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ നമ്മളതാണ് പറഞ്ഞത്, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അരയുന്നില്ലെങ്കിൽ മാത്രം 1-2 സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാകും. ഇപ്പോൾ അതേ നുറുക്ക് ഗോതമ്പ് എന്തായാലും നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു തരി ഉണ്ടാകും. അതൊന്നും കുഴപ്പമില്ല, ആ തരിയൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ തരിയൊന്നും നമ്മുടെ വായിൽ തടയുമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിവിടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഏലക്കയുടെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പ് നിങ്ങളെടുക്കുന്ന ശർക്കരയുടെ അളവിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഉപ്പ് കുറവുള്ള ശർക്കരയാണ്, അതുകൊണ്ട് ഞാൻ മാവിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതേപോലെ ഒരു 3 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മെൽറ്റായ ശർക്കര പാനി നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് തരിയും കല്ലും ഒക്കെ ഉള്ള ശർക്കരയാണ്. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ നന്നായി തിളച്ചിരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ. ഒരു ചെറിയ തേങ്ങ മുഴുവനായും ചിരകി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തേങ്ങയിലേക്ക് ഈ ശർക്കര പാനിയൊക്കെ വലിച്ച് കുടിച്ച് തേങ്ങ നല്ല മധുരത്തോടു കൂടി വരും. അപ്പോൾ അതാണ് 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര മെൽറ്റ് ചെയ്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങ ചേർത്തിട്ട് ആ ശർക്കര പാനി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ മതി. നല്ല അടിപൊളി മണമാണ് വരുന്നത്. ജീരകത്തിൻ്റെ ഏലക്കയുടെയൊക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇലയിലാണ്. അപ്പോൾ ഇതാ കുറച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശർക്കരക്കൂട്ട്. അപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ട്, ചെറിയൊരു ചൂടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇലയിലേക്ക് ആദ്യം നമുക്ക് ഈ മാവൊന്ന് പരത്തി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു അല്പം വെളിച്ചെണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ആക്കാതെയും കുറച്ച് വെള്ളം തടക്കി കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിലും ഇത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ മാവ് ഇട്ട് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന ഇലയുടെ വലിപ്പത്തിനും നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചും മാവിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. വലുതാക്കി പരത്തി എടുക്കണമെങ്കിൽ മാവ് ഒരു 3 സ്പൂണൊക്കെ എടുക്കാം. കുറച്ച് ചെറുത് മതിയെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ മതിയാകും. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല നൈസായിട്ട് നമുക്കിത് അട തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ അത് നുറുക്ക് ഗോതമ്പിൻ്റെതാണല്ലോ, നല്ല ഹെൽത്തിയാണ്.
ഇത് നമ്മൾ സാധാരണ അട ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ സമയം വെച്ചിരുന്നാൽ കുറച്ച് ഹാർഡാകലുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും നൈസാക്കി പരത്തി എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അത് പിറ്റേന്നായാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല മധുരമുള്ള കൂട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എത്ര വേണം എന്നുള്ളത് അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇലയിൽ നിന്ന് മടക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് ഒരു അപ്പച്ചെമ്പ് ഞാനിവിടെ നന്നായിട്ട് തിളപ്പിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായി. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഈ ആവി വരുന്ന സമയത്ത് വേണം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഇലയുടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാതും റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊരു 20 മിനിറ്റാണ് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ബാക്കിയും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല അടിപൊളി മണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ ഇത് നല്ല ആവി വറക്കുന്ന നല്ല ചൂടുണ്ട്, തൊടാൻ തന്നെ പറ്റുന്നില്ല. എന്നാലും ഞാൻ പതുക്കെ ഇതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇലയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, മാഷാ അല്ലാ. എന്നിട്ട് ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം തണുത്തിട്ടുണ്ട്, എന്നാൽ ഫുള്ളായിട്ട് തണുത്തിട്ടുമില്ല. അപ്പം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. ഇലയിൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.